ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈയൊരു ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്, അല്ലേ? എന്നാൽ 1000-ലധികം വർഷം രഹസ്യമാക്കി വെച്ച ഒരു പുരാതന ഗ്രന്ഥത്തിൽ ഇതിനൊരു വളരെ സവിശേഷമായ ഉത്തരമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അൽ ഹഫ്ത് അൽ ഷെരീഫ് എന്ന ആ ഗ്രന്ഥം പറയുന്ന വളരെ വ്യത്യസ്തമായൊരു സൃഷ്ടിപ്പിന്റെ കഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തലമുറകളായി വളരെ കുറച്ചാളുകൾ മാത്രം കൈമാറി വന്നൊരറിവ്. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതായിരിക്കും, അല്ലേ? ഇപ്പോൾ ആ രഹസ്യത്തിൻ്റെ വാതിലുകളാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. സൃഷ്ടിപ്പിന്റെ ഉത്ഭവം ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ 2 വ്യക്തികൾ പോലും മതത്തിന്റെ പേരിൽ ഭിന്നിക്കുമായിരുന്നില്ല. ഇതൊരു വെറും വാക്കല്ല, ശരിയല്ലേ? അതായത് പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നതിൻ്റെ യഥാർത്ഥ സത്യം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ മതത്തിന്റെ പേരിലുള്ള തർക്കങ്ങളോ ഭിന്നതകളോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു അറിവാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഈ അറിവ് നമുക്ക് കിട്ടിയത്? ഇതൊരു പുസ്തകം എഴുതി വെച്ചതുപോലെയല്ല. അല്ല, ഇതൊരു സംഭാഷണമാണ്. ഒരു ഗുരുവും അറിവ് നേടാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനും തമ്മിലുള്ള സംഭാഷണം. അൽ-മുഫദ്ദൽ എന്ന ശിഷ്യൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഗുരുവായ ഇമാം ജാഫർ അൽ സാദിഖ് ഉത്തരം നൽകുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഓരോ രഹസ്യങ്ങളായി ഇങ്ങനെ പുറത്തുവരികയാണ്. ഓക്കേ, അപ്പോൾ ശരിക്കുള്ള സൃഷ്ടിക്രമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണയെപ്പറ്റി സംസാരിക്കാം. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതെന്താ? ആദാമിനെ ഉണ്ടാക്കുന്നതിനു മുൻപ് സാത്താൻ ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷേ ഈ ഗ്രന്ഥം പറയുന്നത് അത് ദൈവത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയ നുണയാണെന്നാണ്. അപ്പോൾ പിന്നെ എന്താണ് ശരിക്കുമുള്ള ക്രമം? ഈ ഗ്രന്ഥം പറയുന്നത് വളരെ വ്യക്തമാണ്. എപ്പോഴും നന്മയാണ് ആദ്യം വരുന്നത്. നോക്കൂ, ഇരുട്ട് വരുന്നതിന് മുൻപ് പ്രകാശം വന്നു, തിന്മ വരുന്നതിന് മുൻപ് നന്മ, നരകത്തിന് മുൻപ് സ്വർഗം, ശിക്ഷയ്ക്ക് മുൻപ് കരുണ. ഇതാണ് ദൈവികമായ ആ ഒരു ഓർഡർ. അതായത് തിന്മ എന്നതൊക്കെ പിന്നീട് വന്ന ഒന്നാണ്, അല്ലാതെ പ്രപഞ്ചം തുടങ്ങിയത് തിന്മയിൽ നിന്നല്ല. ഓക്കെ, അപ്പോൾ പ്രകാശവും നന്മയുമാണ് തുടക്കമെങ്കിൽ ആ ആദ്യത്തെ സൃഷ്ടി അതെന്തായിരുന്നു? ശരിക്കുമുള്ള കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇനി നമ്മൾ ആ കാതലായ ചോദ്യത്തിലേക്ക് വരികയാണ്. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ച അതേ ചോദ്യം: ദൈവം ആദ്യമായി എന്താണ് സൃഷ്ടിച്ചത്? ആലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യവുമുള്ളത്. അതിനുള്ള ഉത്തരമിതാണ്: നിഴൽ പ്രകാശം, അല്ലെങ്കിൽ ഷാഡോയി ലൈറ്റ്. ദൈവത്തിന്റെ ഇച്ഛയിൽ നിന്നും ആദ്യമായുണ്ടായ ഒരു അസ്തിത്വം. പക്ഷേ ഇതൊരു വെറും എനർജി ആയിരുന്നില്ല കേട്ടോ. അതിനെക്കുറിച്ച് തന്നെ ഒരു ബോധമുണ്ടായിരുന്നു. സ്വന്തം അസ്തിത്വം തിരിച്ചറിഞ്ഞു. പിന്നെന്തായി? ആ ഒരൊറ്റ പ്രകാശം ഒരുപാട് നിഴലുകളായി ഇങ്ങനെ വിഭജിക്കപ്പെട്ടു. അവിടെയാണ് ശരിക്കും സൃഷ്ടിപ്പാരംഭിക്കുന്നത്. അങ്ങനെ ആ ആദ്യത്തെ സൃഷ്ടികളുണ്ടായി. പിന്നെ അവരും സൃഷ്ടാവും തമ്മിൽ ആദ്യമായി ഒരു സംഭാഷണം നടക്കുകയാണ്. ദൈവം അവരെ സ്തുതിക്കാൻ പഠിപ്പിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏറ്റവും രസമെന്താണെന്ന് വെച്ചാൽ, അവരുടെ ആ സ്തുതിയിൽ നിന്നും ദൈവം പുതിയവയെ സൃഷ്ടിച്ചു. അതായത് സ്തുതിയും നന്ദിയും ഇവിടെ വെറും വാക്കുകളല്ല, പുതിയ ലോകങ്ങളെ തന്നെ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു ശക്തിയാണ്. ശരി, അപ്പോ ആ ഒരൊറ്റ പ്രകാശബിന്ദുവിൽ നിന്ന് എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനുണ്ടായത്? ഒരു ചെറിയ വിത്ത് മുളച്ച് വലിയ മരമാവുന്നതുപോലെ ആ ആദ്യത്തെ സൃഷ്ടിയിൽ നിന്ന് പാളികളായി, ലെയറുകളായി ഒരു പ്രപഞ്ചമുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ പ്രപഞ്ച നിർമ്മാണത്തിൽ ഒരു നമ്പർ നമ്മളെപ്പോഴും ഓർത്തുവെക്കണം: 7. നമ്മളെപ്പോഴും കേൾക്കാറില്ലേ? ആഴ്ചയിൽ 7 ദിവസം, 7 കടലുകൾ, 7 അത്ഭുതങ്ങൾ എന്നൊക്കെ. അതുപോലെ ഈ സൃഷ്ടിപ്പിന്റെ കഥയിലും 7 എന്ന സംഖ്യ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇതൊരു പാറ്റേൺ പോലെയാണ്, പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു താളം. ഇതൊരു കാസ്കേഡ് പോലെയാണ്, ഒരു വെള്ളച്ചാട്ടം പോലെ, ഒന്നിൽ നിന്നും മറ്റൊന്ന്. നോക്കൂ, ആദ്യത്തെ പ്രകാശത്തിൽ നിന്ന് ആദ്യത്തെ ആദാമും ആദ്യത്തെ സ്വർഗവും ഉണ്ടാകുന്നു. പിന്നെ അതിൽ നിന്ന് അറിവുൾക്കൊണ്ട് രണ്ടാമത്തെ ആദാമും രണ്ടാമത്തെ സ്വർഗവും, ഇങ്ങനെ 7 തവണ ഇത് ആവർത്തിക്കുകയാണ്. ഓരോ പുതിയ ലെയറും അതിന് തൊട്ടു മുൻപുള്ള ലെയറിന്റെ മുകളിലാണ് ഉണ്ടാകുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായി 7 ലോകങ്ങൾ. അങ്ങനെ ഓരോ പുതിയ ലോകമുണ്ടാകുമ്പോഴും ദൈവം അവരോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ: ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? ഇതൊരു പരീക്ഷയല്ല, മറിച്ച് ഒരു ഉടമ്പടിയാണ്. ഓരോ സൃഷ്ടിയും തങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് തിരിച്ചറിയാനും ആ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാനുമുള്ള ഒരു നിമിഷം. പക്ഷേ ഒരു സംശയം വരാല്ലേ, എന്തിനാണിങ്ങനെ ലെയറുകളായിട്ട് പ്രപഞ്ചമുണ്ടാക്കിയത്? പിന്നെ ഈ ലെയറുകൾക്കിടയിൽ മറകളുണ്ടെന്ന് പറയുന്നു. ഈ മറകൾ എന്തിനാണ്? നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചുവെക്കാനാണോ? അതോ അതിന് വേറെ വല്ല അർത്ഥവുമുണ്ടോ? അവിടെയാണ് ഹുജ്ജത്ത് എന്ന വാക്ക് വരുന്നത്. ഹുജ്ജത്ത് എന്ന് വെച്ചാൽ തെളിവ്. അപ്പോൾ ഈ പറയുന്ന മറകൾ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ചുമരുകളല്ല, അവ വഴികാട്ടികളാണ്. ദൈവത്തെക്കുറിച്ചുള്ള സ്തുതിയിൽ നിന്നാണ് ആ മറകൾ പോലും ഉണ്ടായത്. അവയുടെ ജോലി എന്താണെന്നോ? തൊട്ടുമുൻപുള്ള ലോകത്തിലെ അറിവ് അടുത്ത ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചാനൽ പോലെ പ്രവർത്തിക്കുക, ഒരു പാലം പോലെ.
ഈ ഒരു ആശയം മനസ്സിലാക്കാൻ ഈ ചിത്രം സഹായിക്കും. ഓരോ മറയും ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഒരു വാതിലാണ്. ഓരോ ആകാശവും അടുത്തതിലേക്കുള്ള ഒരു വാതിൽ. അപ്പോൾ സത്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ വാതിലുകളിലൂടെ കടന്നു പോകണം. അപ്പോൾ ഹുജ്ജത്തൊരു തടസ്സമല്ല, മറിച്ച് അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഈ ആശയത്തിന് കൂടുതൽ ബലം നൽകാൻ ഈ ഗ്രന്ഥം ഖുർആനിലെ ഒരു വാക്യം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. വീടുകളിൽ ശരിയായ വാതിലുകളിലൂടെ പ്രവേശിക്കുക. എത്ര സിമ്പിളാണെന്ന് നോക്കൂ. പ്രപഞ്ചസത്യം എന്ന ആ വലിയ വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹുജ്ജത്ത് എന്ന ആ ശരിയായ വാതിലൂടെ തന്നെ പോകണം. ഒക്കോണി വഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ട ഈ വളരെ വ്യത്യസ്തമായ സൃഷ്ടിപ്പിന്റെ കഥയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്? നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എല്ലാം തുടങ്ങിയത് ഒരൊറ്റ നിഴൽ പ്രകാശത്തിൽ നിന്നാണ്. പിന്നെ തുടർച്ചയായ സ്തുതികളിലൂടെയാണ് 7 ലെയറുകളുള്ള ഈ പ്രപഞ്ചമുണ്ടായത്. ഓരോ ലെയറിനും അതിൻ്റേതായ ആദമും സ്വർഗവും എല്ലാമുണ്ട്. ഈ ലെയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മറകളല്ല, മറിച്ച് ഹുജ്ജത്ത് എന്നു പറയുന്ന തെളിവുകളാണ്, വഴികാട്ടികളാണ്. ഏറ്റവും പ്രധാനമായി ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അവസാനം വരുന്ന എല്ലാത്തിനും ഒരു വഴികാട്ടിയായി, ഒരു ഗൈഡായി നിലകൊള്ളുന്നു. അൽ-ഹഫ്ദ് അൽ-ഷരീഫിന്റെ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിച്ചു പോകും. നമുക്കറിയാവുന്ന, നമ്മൾ കേട്ടു വളർന്ന ഉൽപ്പത്തിക്കഥകളില്ലേ, അതിനകത്തും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ എത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നമ്മുടെ സ്വന്തം തുടക്കത്തെക്കുറിച്ച് നമ്മൾ ഇനിയും എന്തൊക്കെയാണ് അറിയാനുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.